ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൽ ഒന്നാം ഞായറാഴ്ചത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്നത്തെ നമ്മൾ ചിന്തയ്ക്കായിട്ട് തെന്നിന്ത്യ സഭ നമുക്ക് നൽകിയിരിക്കുന്നതായ വിഷയം കോൾ ടു ബി കമ്പാഷനേറ്റ് എന്നുള്ളതായ വിഷയമാണ്. ആർദ്രത ഉള്ളവരാകുവാനുള്ള ആഹ്വാനം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 45 വരെയുള്ള നമുക്കേറെ അറിയാവുന്ന ഒരു സുവിശേഷ ഭാഗമാണ് വീണ്ടും വായനയ്ക്കായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ചിന്തിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു വലിയ ഗുണമാണ് കമ്പാഷൻ എന്നുള്ളത്. കമ്പാഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് കമ്മിറ്റ്മെൻറ്റ്. ആക്ഷൻ ഓറിയൻറ്റഡ് കമ്മിറ്റ്മെൻറ്റ്, പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ മഹത്തരമായിട്ടുള്ള ഒരു ഗുണമായിട്ടാണ് ആർദ്രതയെപ്പറ്റി നമ്മൾ പറയുന്നത്. അത് ഒരുവനോടുള്ള വെറുമൊരു സിമ്പതിയല്ല, അനുകമ്പയല്ല, എന്നാൽ പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ നമുക്ക് കാണുവാനായി കഴിയുന്നതായ ഒരു വിശ്വാസത്തിൻ്റെ വഴിയാണ്. നമ്മൾ ദൈവം മനസ്സലിവുള്ളവരായിരിക്കണമെന്നാണ് ഈ വാക്യങ്ങൾ, ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസും അത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. വില്യം ബേർക്ലേ എന്ന് പറയുന്ന സ്കോളർ യേശുക്രിസ്തുവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരിൻ്റെ തലക്കെട്ടിങ്ങനാണ് ആൻഡ് ഹി ഹാഡ് കമ്പാഷൻ. യേശു അനേകരെ സൗഖ്യമാക്കിയത് അവരോടുള്ള മനസ്വലിവും ആർദ്രതയും മൂലമായിരുന്നു. ഇന്നത്തെ വായനാ ഭാഗത്ത് ഒരു കുഷ്ഠരോഗിയുടെ ഹൃദയവേദന മനസ്സിലാക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവനെ സമൂഹം വെറുത്തപ്പോൾ യേശുവിന് അവൻ്റെ വേദനയുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നു. അന്ന് പ്യുവർ ആൻഡ് ഇംപ്യുവർ, അല്ലെങ്കിൽ ശുദ്ധ അശുദ്ധി നിയമങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, വികലമായ സാമൂഹികക്രമം നിലനിന്നിരുന്ന ഒരു കാലത്ത്, കുഷ്ഠം ശരീരത്തിൻ്റെ വെളിയിൽ മാത്രമല്ല, അത് ഉള്ളിലും മനസ്സിലും രൂപപ്പെട്ട വലിയ മുറിവുകളായി തീരുന്നതായ ഒരു കാലഘട്ടമായിരുന്നു. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുള്ള ഒരു രോഗമായിട്ടാണ് ലെപ്രസിയെ നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിലുമൊക്കെയും ധാരാളം കുഷ്ഠ രോഗികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മളുടെ സുവിശേഷ വയൽ പ്രദേശമായ പറക്കാൽ മിഷൻ്റെ ആദ്യകാല ചരിത്രത്തിൽ അതിൻ്റെ ആദ്യകാല മിഷണറിമാരായ കെ.ഇ. പിനച്ചനും അതുപോലെ സിസ്റ്റർ മേരി തോമസും ഒക്കെയും ധാരാളം കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചതായിട്ടും അവരെ അന്ന് നിസാമാബാദിൽ ഉണ്ടായിരുന്നതായ ക്രൈസ്തവ മിഷൻ്റെ ആശുപത്രിയിൽ, ഡിച്ച് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആശുപത്രിയിൽ എത്തിച്ച് അനേകർക്ക് സൗഖ്യം ലഭിച്ചതായും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴും പറക്കാൽ മിഷൻ്റെ മേട്ടുപ്പള്ളി, കവക്കൊണ്ട, അതുപോലെ റേഗൊണ്ട, ഈ ഗ്രാമങ്ങളിലൊക്കെയും ചെന്നാൽ നമുക്ക് കുഷ്ഠരോഗികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒറീസയിൽ മയൂർബഞ്ച് ലെപ്രസി ഹോം നടത്തി അനേകരെ ശുശ്രൂഷിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും തീവ്ര ഹിന്ദുത്വവാദികൾ ചുട്ടരിച്ചത് ഏതാണ്ട് 27 വർഷങ്ങൾ മുൻപാകുന്നത്. അക്രമം നടത്തിയതായ താരാ സിംഗ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് വീരനായകനാണ് എന്ന് പറയുന്ന ഒരു ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മഹായിടവയുടെ കീഴിൽ ഇപ്പോഴുള്ള ഒറീസ മിഷനിലും ശാന്തിനഗർ എന്ന ഗ്രാമത്തിലെ കുഷ്ഠരോഗികൾക്ക് നമ്മുടെ മിഷനിൽ നിന്ന് ഭക്ഷണവും മരുന്നുകളും മുടങ്ങാതെ നൽകി വരുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഉഷ്ണമേഖലയിലുള്ള രാജ്യങ്ങളിലെല്ലാം ഈ ഭയങ്കര രോഗം ഒരു കാലത്ത് പടർന്നു പിടിച്ചിരുന്നു. അതിൻ്റെ ചരിത്ര രേഖകളിൽ കൂടെയാണ് നമ്മുടെ വേദപുസ്തകം നമുക്ക് നൽകുന്നത്. പഴയ നിയമ പുസ്തകത്തിൽ അവിടെ പരാമർശിച്ചിരിക്കുന്നതായ ചില വ്യക്തികളുണ്ട്. അതിലൊന്ന് മിരിയാം, വേറൊന്ന് ഉസിയ രാജാവ്, അതുപോലെ ഗേഹസി. ഇവരൊക്കെയും ലെപ്രസി ഉള്ളവരായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും.
ലേവ്യ പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ കുഷ്ഠരോഗികൾ കീറിയ വസ്ത്രം ധരിക്കുകയും ആരും അടുത്തു വരാതെ വണ്ണം ഒച്ച വെച്ച് നടക്കുകയും ചെയ്യണമെന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നഗരത്തിന് പുറത്തുള്ള കുഷ്ഠരോഗികളുടെ ഈ കോളനിയിൽ മാത്രമേ അവർക്ക് താമസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ സൗഖ്യദായകനായ യേശുവിൻ്റെ സഹായത്തിനായി ഒരുവൻ മുട്ടുകുത്തുന്നതായിട്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള ഭാഗം നമ്മൾ വായിക്കുന്നത്. 3 ചിന്തകൾ അതിവേഗം ഞാൻ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ഒന്നാമതായിട്ട്, ദ ഹീലിംഗ് ടച്ച് ഓഫ് ജീസസ്, സൗഖ്യദായകനായ യേശുവിൻ്റെ സ്പർശം. അന്ധനായ ഒരുവൻ ഈ ലോകത്തെ അറിയുന്നത് എങ്ങനെയാണ്? സ്പർശനത്തിലൂടെയാണ്. അതുപോലെ ഈ വ്യക്തി അറിയുന്നത്, ക്രിസ്തുവിനെ അറിയുന്നത് ക്രിസ്തുവിൻ്റെ സ്പർശനത്തിലൂടെയാണ്. യേശു മനസ്സൊലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ ഒരാളെ സ്പർശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും അയാളിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ പ്രവാഹം ഉണ്ടാകും. ഒരമ്മ കുഞ്ഞിനെ സ്പർശിക്കുമ്പോൾ, രോഗിയെ ഒരു ഡോക്ടർ സ്പർശിക്കുമ്പോൾ, പങ്കാളികൾ അന്യോന്യം ആലിംഗനം ചെയ്യുമ്പോഴൊക്കെയും ഈ സ്പർശനം അത് ദൈവകൃപയുടെ ഒരു അനുഭവമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ അവർ രണ്ടല്ല, അവർ ഏക ശരീരമായി തീർന്നു എന്നത്. യേശു കർത്താവിന് റിമോട്ട് കൺട്രോൾ പോലെ ഇവിടെ ഈ രോഗിയെ സൗഖ്യമാക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ അവൻ്റെ കുഷ്ഠരോഗം സൗഖ്യമാക്കുവാനായിട്ട് യേശു കൈനീട്ടി അവനെ സ്പർശിക്കുകയാണ്. സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചതായ ഒരാളെ യേശു കർത്താവ് സ്പർശിച്ചു. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ പലരും എന്തിനു വേണ്ടിയാണ് ഒരുത്തനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സ്പർശിക്കുന്നത്? ഷിംജിത മുസ്തഫ എന്ന ബ്ലോഗർ, ദീപക് എന്ന യുവാവ് തൻ്റെ മേൽ അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പിന്നാലെ ദീപക് ജീവനൊടുക്കുകയും ചെയ്തത് സമീപകാലത്തിൽ നമ്മളെ ഏറെ ചിന്തിപ്പിച്ച ഒരു സംഭവമാണ്. ഒളിവിൽ പോയതായ ഷിംജിതയെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയുണ്ടായി. സ്കൂളുകളിൽ ഇന്ന് നമ്മുടെ കുട്ടികളെ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, ഇത് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ സ്പർശനങ്ങൾക്ക് നേരെയും, അത് പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് നമ്മുടെ യുവതലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പിടിച്ചെടുക്കുവാനും ചൂഷണം ചെയ്യുവാനും അപമാനിക്കുവാനും ഇല്ലാതാക്കുവാനും വേണ്ടിയൊക്കെയാണ് ഇന്ന് സ്പർശിക്കുന്നത്. ഗാർഹിക പീഡനം മുതൽ കൊലപാതകം വരെയുള്ള ദുഷ്ടസ്പർശനങ്ങൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മുടെ സ്പർശന ബോധത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത് ദുരുപയോഗം ചെയ്യുവാനുള്ളതല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട്, ബിയോണ്ട് ദി ഹ്യൂമൻ ബോർഡേഴ്സ്, അതിർത്തികൾ മാറ്റുന്ന യേശു. യേശു ഇവിടെ തീണ്ടിക്കൂടായ്മയെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. നിലവിലിരുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൽ അനുവദനീയമല്ലാത്തതാണ് ഇവിടെ സംഭവിക്കുന്നത്. സമൂഹത്തെ അഭിമുഖീകരിക്കുന്നതിനോ ആൾക്കൂട്ടത്തിൽ ഒത്തുചേരുന്നതിനോ അനുവാദമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ കുഷ്ഠരോഗി ധൈര്യത്തോടെ യേശുവിനെ സമീപിക്കുന്നത്. വർണ്ണാശ്രമ വ്യവസ്ഥകൾ വേരൂന്നിയ ഭാരതമണ്ണിലാണ് ക്രൈസ്തവ മിഷണറിമാർ കഴിഞ്ഞ കാലങ്ങളിൽ വിലയേറിയ സാമൂഹിക അവബോധം നമ്മൾക്ക് നൽകിയത്. തമ്പുരാക്കന്മാർ വരുമ്പോൾ വഴിമാറി നടക്കേണ്ടി വരുന്നതായ പാവങ്ങൾ, പെൺമക്കളെ മേലാളന്മാർക്ക് കാഴ്ചവെക്കേണ്ടി വരുന്ന അധസ്ഥിത വിഭാഗക്കാർ, ഇങ്ങനെ എത്രയോ ജാതി വർണ്ണ ബോർഡറുകൾ നമ്മുടെ ഈ ദേശത്തുണ്ടായിരുന്നു. അത് പണ്ട് സംഭവിച്ചതാണ് എന്ന് പറയുകയും അങ്ങനെയൊന്നുമല്ല, ഇന്ന് ഞങ്ങൾ ഏറെ മാറിയെന്നൊക്കെയും പറയുന്ന അനേകര് അവരുടെ വോട്ട് ലഭിക്കുവാനായിട്ട്, നമ്മുടെ വോട്ട് ലഭിക്കുവാനായിട്ട് നമ്മളെ സമീപിക്കാറുണ്ടല്ലോ. ഇത് നമ്മളോട് പറയുമ്പോൾ തന്നെ നോർത്ത് ഇന്ത്യയിൽ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരുവനെ, അവനെ ചാണകം തീറ്റിക്കുകയും അവനെ ചെരുപ്പുമാല അണിയിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പ്രിയരെ, ഇന്നും പല മതിൽക്കെട്ടുകളും നമുക്ക് മുമ്പിൽ ശാപമായി ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ്
ഒരു വ്യക്തി പറഞ്ഞത്, വി ആർ ബിൽഡിംഗ് വാൾസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിഡ്ജസ്. വി ആർ ബിൽഡിംഗ് വാൾസ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിഡ്ജസ്. ബന്ധത്തിൻ്റെ, മനസ്സലിവിൻ്റെ പാലങ്ങൾ പണിയുവാൻ നമുക്ക് കഴിയണം. ബന്ധനങ്ങളുടെ മതിൽക്കെട്ടുകൾ പൊളിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ നോമ്പിൽ അതിരുകളെ വിശാലമാക്കുവാനും തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനും വിശ്വാസ സമൂഹത്തിന് കടമയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട്, എ കമ്പാഷനേറ്റ് മൈൻഡ്. നമ്മളുടെ ഇന്നത്തെ വിഷയമായിട്ടുള്ള ബന്ധത്തിലുള്ള വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് കമ്പാഷനേറ്റ് മൈൻഡ്. ഇന്ന് ശുദ്ധീകരണ പ്രക്രിയയിൽ മനസ്സലിവുള്ള ജീവിതങ്ങൾ ആവശ്യമാണ്. യേശുവിന് ആർദ്രതയുള്ള മനസ്സാണ്. അതുകൊണ്ടാണ് കുഷ്ഠരോഗിക്ക് അവിടെ സൗഖ്യം ലഭിച്ചത്. പൊതുസമൂഹം മനസ്സ് കാട്ടാതിരുന്ന സാഹചര്യത്തിൽ യേശുവിന് മനസ്സലിഞ്ഞു. അവരൻ്റെ വേദനയിൽ അനുകമ്പയും അലിവും നല്ല മനസ്സും നീട്ടപ്പെട്ട കരവും നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യരോട് മാത്രമല്ല, ഇന്ന് നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവികളോടും ഒരു സഹാനുഭൂതി വേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്നതായ 2 യുവാക്കൾ സ്കൂട്ടറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവിടെ സമീപത്തുള്ളതായ നായ്ക്കളെല്ലാവരും ഓടി വന്ന് ഈ യുവാക്കളുടെ ചുറ്റും കൂടി. ഈ യുവാക്കൾ അവർക്കായി ഭക്ഷണം നൽകി. സ്നേഹത്തിനായി കാത്തിരിക്കുന്ന മിണ്ടാപ്രാണികൾ. യുവാക്കൾ എത്ര ഹൃദ്യമായിട്ടാണ് ഈ നായ്ക്കളെ ശുശ്രൂഷിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഫാദർ പീറ്റർ കൊച്ചാലിങ്കൽ എന്ന പുരോഹിതൻ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ചിരട്ടയിലേന്തിയതായ തിരുരക്തം. ചിരട്ടയിലേന്തിയതായ തിരുരക്തം. ധാരാളം മാനസിക രോഗികൾ താമസിക്കുന്ന ഒരു ക്രൈസ്തവ ആശ്രയ ഭവനിലെ മനോരോഗിയായ ഒരു യുവാവിൻ്റെ പ്രവൃത്തിയാണ് അവിടെ അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആശ്രമത്തിലെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന അച്ഛന് ബൈക്കിൽ ആക്സിഡൻ്റ് ഉണ്ടായി വളരെ ഗുരുതരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അച്ഛന് ധാരാളം രക്തം വേണമെന്ന് ഒരു ദിവസമുള്ള സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ഈ അന്തേവാസികൾ ഇത് അറിഞ്ഞു. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ അന്ന് രാത്രിയിൽ അവരെ പരിചരിക്കുന്നതായ സിസ്റ്ററിൻ്റെ അടുക്കൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ചിരട്ടയുണ്ട്. ആ ചിരട്ട നീട്ടിക്കൊണ്ട് ഈ യുവാവായ ഈ മാനസിക രോഗി പറഞ്ഞു, സിസ്റ്ററെ, ഇത് ആശുപത്രിയിൽ കൊണ്ട് ചെന്നിട്ട് ഈ ചിരട്ടയിലുള്ള ചോര നമ്മുടെ അച്ഛന് കൊടുക്കണം. ഇത് എൻ്റെ ചോരയാണ് എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അവൻ പറഞ്ഞു, ഇനിയും ഞാൻ തരാം. എൻ്റെ എല്ലാ വിരലിലും ചോരയുണ്ട്, അത് ഞാൻ സന്തോഷത്തോടെ തരാമെന്ന് ഈ യുവാവ് പറയുകയുണ്ടായി. അവൻ്റെ ചെറുവിരലിൽ നിന്ന് അപ്പോഴും ഇങ്ങനെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ അലക്കുകല്ലിൽ കൈവച്ച് മറ്റൊരു കല്ലുകൊണ്ട് ചെറുവിരൽ ഇടിച്ച് ആ രക്തം അവൻ്റെ പ്രിയ അച്ഛനു വേണ്ടി അവൻ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ് പ്രിയരെ, നമ്മളെല്ലാവരും ബുദ്ധിയുള്ളവരാണ്, അറിവുള്ളവരാണ്. അനുകമ്പയോടെ വർത്തിക്കേണ്ട സന്ദർഭങ്ങളിൽ പലതും കണ്ടിട്ടും കാണാതെ പോകുന്നു എന്നുള്ളത് ശരിയല്ലേ? കർത്താവിൽ പ്രിയരെ, അതുകൊണ്ട് ഈ നോമ്പിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളുകളിൽ ആർദ്രതയുടെയും കരുണയുടേതായും മനോഹര ചിത്രങ്ങൾ വരച്ചിടുവാൻ നമുക്ക് സാധിക്കണം. 3 കാര്യമാണ് നിങ്ങളെ ഓർപ്പിച്ചത്. 1, ഹീലിംഗ് ടച്ച്. 2, ബിയോണ്ട് ദി മാൻ മെയ്ഡ് ബോർഡേഴ്സ്. 3, എ കമ്പാഷനേറ്റ് മൈൻഡ്. ഈ നോമ്പിൻ്റേതായ നാളുകളിൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, അനുകമ്പയും സ്നേഹവും വറ്റിപ്പോകുന്നൊരു ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്നു. അക്രമങ്ങളും അനീതികളും വർദ്ധിക്കുന്ന ഒരു ലോകത്ത് ഞങ്ങൾ ജീവിക്കുന്നു. അവിടുത്തെ കാരുണ്യം ഈ ലോകത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിൻ്റേതായ നാളുകളിൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ നോമ്പിൻ്റേതായ നാളുകളിൽ
ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ ഞങ്ങളിൽ പുതുക്കണമേ. അങ്ങനെ നിന്റെ മക്കളായി ലോകത്തിൽ പരിലസിക്കുവാൻ, ദൈവിക സാക്ഷ്യത്തിൽ കൂടുതൽ ബലപ്പെട്ടു വരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം നല്ല പിതാവേ. ആമേൻ.